സോ ഗൈസ് നമുക്ക് ആ സാധനം കിട്ടി 100 രൂപയുടെ. അത് done. Okay. So guys, നമുക്കത് മേടിച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കിട്ടി. നമുക്ക് പതുക്കെ വിട്ടു കൊടുക്കണം. ഫുഡ് കഴിച്ചില്ലേ? നേരം കേട്ടോ കഴിക്കണം. ബിൽഡിംഗ് എന്താണ്? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ഓ, ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ നോർത്ത് ഗോവ. ഇവിടെ ആകെ 2 രീതിയിലെ ഡിവിഷനുള്ളൂ. അതായത് സൗത്ത് ഗോവ, നോർത്ത് ഗോവ. രണ്ട് വേറെ അതിൽ തന്നെ സൗത്ത് ഗോവ എന്ന് പറയുമ്പോൾ കൂടുതൽ കന്നഡ ആൾക്കാരൊക്കെ വരുന്നത്. നോർത്ത് ഗോവ കൂടുതലും ഈ ഹിന്ദിക്കാരും മഹാരാഷ്ട്ര അവിടെ നിന്ന് വരുന്ന ആൾക്കാർ. മീൻസ് അതിൻ്റെ ആ ഒരു ഈസ് ഓഫ് എന്താ പറയുക എത്തുന്ന ആ ഒരു രീതി അനുസരിച്ച് അങ്ങനെയാണ് കൂടുതൽ. കർണാടകക്കാരെ കൂടുതൽ നമുക്ക് അവിടെ കാണാൻ പറ്റും ഇവിടെ സൗത്ത് ഗോവയിൽ. ഹോട്ടലൊന്നുമില്ലല്ലോ. കുറേ ഹോട്ടലുകൾ കഴിഞ്ഞു പോയി. പിന്നെ ഒരു നിർത്താനുള്ളൊരു ഇത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ നിർത്തിയിരുന്നുള്ളൂ. ഹോട്ടലില്ലാണ്ടല്ല, മുമ്പ് കുറെ കഴിഞ്ഞു പോയി. പക്ഷെ നിർത്താൻ പറ്റണ്ടേ? ഈ ഹൈവേ ആയിരിക്കും. ഹൈവേ റോഡായിരിക്കും. ഹോട്ടൽ കുറച്ച് വേണ്ടി നോക്കണം. ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ എണീച്ചില്ല. രാവിലെ ഒരു 11, 12, 1 അങ്ങനെയൊക്കെ ആയപ്പോൾ പതുക്കെ കണ്ണു പറഞ്ഞ് എണീച്ച് പിന്നെ കുടിച്ച് ശരിക്കും നേരത്തെ എഴുന്നേക്കണമെന്ന് രാവിലെ തന്നെ പുറപ്പെടണമായിരുന്നു. എന്ത് ചെയ്യാൻ എണീച്ചില്ല. പിന്നെ ഞാൻ 2-3 മരുന്ന് കഴിച്ചിട്ട് ഡോളും കഴിച്ച് പിന്നെ ഒരു ബോഡി പെയിനുള്ള ഒരു മരുന്നുണ്ടായിരുന്നു, അതും കഴിച്ചായിരുന്നു. ഞാൻ ആക്ച്വലി പറഞ്ഞതിന് മുമ്പ് കുറച്ച് മെഡിസിൻസ്, അതായത് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അവരോട് പറയാം ഒരു ലോങ് ട്രിപ്പ് പോകണേണ്. അപ്പം അതിന് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ ക്യാരി ചെയ്യണം, എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് തരാമോ എന്ന് വെച്ചാൽ അവർ ഈ സ്റ്റൊമക് പെയിൻ അത് ഇതൊക്കെ ആയിട്ട് കുറേ മെഡിസിൻസ് തന്നു. അതൊക്കെ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് തന്നെ. ബോഡി പെയിന്റ് ഒരെണ്ണം കഴിച്ച് പിന്നെ ഡോളോ ഒരെണ്ണം കഴിച്ച്. അത്യാവശ്യം തലവേദനയും പനിക്കൊക്കെ നല്ലതാണ്. ചെറിയ പനിയുണ്ട് എനിക്ക്. ചെറിയ പനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ AC തന്നെയാണ് കിടക്കണ കേസ്. അതായത് നമുക്ക് AC ഓഫ് ചെയ്യാനായിട്ട് അവിടെ അമ്മമാർക്കൊക്കെ ബുദ്ധിമുട്ടാവും. AC തന്നെയാണ് നമ്മൾ കിടക്കുന്നത്. പിന്നെ കുറച്ചും കൂടി കിടക്കുന്നേ ഉള്ളൂ. പക്ഷെ ഭയങ്കര തണുപ്പാണ് ACയുടെ. അവിടെ കണ്ട നമുക്ക് മുംബൈയിലേക്ക് 557 കിലോമീറ്റർ, പിന്നെ പെർണിം 16 കിലോമീറ്റർ, 7 to 45 കിലോമീറ്റർ. മുംബൈയിലേക്ക് ഒറ്റ സ്ട്രെച്ചൊന്നും വണ്ടി ഓടിച്ച് പോകാൻ പറ്റില്ല ഗോവിൻ. അത്ര അധികം ദൂരമുണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. പതുക്കെ പോകാനേ പറ്റത്തുള്ളൂ. ഈ റെസ്റ്റോറൻറ്റിൽ നിൽക്കാതെ തിരിച്ച് വണ്ടി എടുക്കണം.
അടുത്തന്നെ പെട്രോൾ പമ്പ് ഉണ്ട്, ഇവിടെ നിന്ന് കഴിക്കാം. ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഫുഡ് കഴിക്കണ സ്പോട്ട് ഉണ്ടാവില്ലായിരിക്കും, എനിക്കറിയില്ല. അർബൻ സിറ്റി. സോ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എടാ എന്താന്ന് മനസ്സിലായില്ല എനിക്ക്. അതായത് നമ്മൾ കഴിച്ചത് പുലാവാണ്, ചിക്കൻ പുലാവ്. ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തില്ല, പുലാവ് കഴിച്ചു. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല സത്യം പറഞ്ഞാൽ, ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ അതിൽ എഴുതിയിരുന്നത് 120 രൂപ എങ്ങാണ്ടാണ് എഴുതിയത്. അതിന് എമൗണ്ട് 120 140 എനിക്ക്. പക്ഷെ എൻ്റെ മേടിച്ച 80 രൂപയാണ്. ഞാൻ ഒപ്പം ഒരു എന്താ പറയാ ഒരു ഇത് മേടിച്ചാണ്. ഇത് മറ്റേ നമ്മുടെ നാട്ടിൽ 12 രൂപ നമുക്ക് കിട്ടൂലേ, മറ്റേ ജ്യൂസ് കുടിക്കണം, ഈ സോഡ ഇതൊക്കെ 100-150 ml ഉണ്ടാവും. അത് ഞാൻ മേടിച്ചായിരുന്നു. അത് ഇവിടെ 20 രൂപയാണ്. എല്ലാം കൂടി 160 രൂപ വരണം. പക്ഷെ അവർ എൻ്റെ 80 രൂപയാണ് മേടിച്ചത്. എന്താ സംഭവം എനിക്ക് മനസ്സിലായി. ചിലപ്പോൾ ഇനി ഹാഫാണ് പുലാവ് വന്നത്, എനിക്ക് മനസ്സിലായില്ല എന്താന്ന്. ഹാഫാണെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കഴിക്കാനുള്ളതിന് മേലിലുണ്ടായിരുന്നു അത്. കാരണം ഞാൻ തന്നെ കഴിച്ചു തീരണല്ലോ, എനിക്കങ്ങനെ വയ്യാണ്ടായി കഴിച്ച്. കാരണം അത്ര ടേസ്റ്റ് ഇല്ല. പക്ഷെ എന്നാലും ഓർഡർ ചെയ്തിട്ട് വേസ്റ്റ് ചെയ്യാനുള്ള ഇതിലേക്ക് ചപ്പാത്തിയെല്ലാം കഴിച്ചായിരുന്നു. ഒരു ഭാരം പോലെ വയറ്റിന് കഴിച്ചതിനിപ്പോ ഭയങ്കര ഭാരം പോലെ. എന്നാലും പതുക്കെ അവിടുന്ന് കഴിച്ചിറങ്ങി. 150 കിലോമീറ്റർ കഴിച്ചു. അതായത് ഇപ്പൊ വിട്ടാല് നമ്മൾ 4 മണിക്കൂർ. അതായത് ഞാൻ ഹൈഡറിക്കാരെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ചധികം പോകുന്ന കാട് വഴിയാണ്. ആ കാട് കഴിഞ്ഞ് നേരെ NH കയറും. NH കയറി കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ഡാബയിലോ അല്ലെങ്കിൽ പെട്രോൾ പമ്പിലോ എവിടെയെങ്കിലും സ്റ്റേ അല്ലെങ്കിൽ ടെന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഒരു സമ്മതിക്കുന്ന പറഞ്ഞത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ടെന്റ് ഇല്ല. ഞാൻ ഹൈദരാബാദ് അടുത്ത് പറഞ്ഞില്ല, ടെന്റ് ഇല്ല നമ്മുടെ ഇതിൽ. അപ്പൊ എവിടെയും പമ്പിൽ എവിടെയും ചോദിക്കണം. NH കയറിയിട്ടായിരിക്കണം. NH കയറി ഉണ്ടാകും ചോദിക്കണ്ടെന്ന് പറയാം. NH6 അങ്ങനെ പറഞ്ഞിരുന്നു പുള്ളിക്കാരൻ. അപ്പൊ അത് നോക്കണം. നമ്മളിപ്പോ തൽക്കാലം ഇവിടുന്ന് വിടുന്നു. ഇവിടുന്ന് ശരിക്കും നമുക്ക് ഒറ്റയടിക്ക് മുംബൈ പോകണമെങ്കിൽ 400 കിലോമീറ്റർ ആണ്. 460 അത്രയും കിലോമീറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഈ കോലാപ്പൂർ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറയുന്നത്, അതായത് നമ്മൾ കോലാപ്പൂർ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയാണ്. നമ്മൾ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ആയി. നമ്മൾ മഹാരാഷ്ട്ര ഗോവ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ആവും. പക്ഷെ മെയിൻ ഇത് എന്താ പറയുന്ന മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ അറിയാലോ, വലിയൊരു സ്റ്റേറ്റ് ആണ്. അവിടെ തന്നെ കോലാപ്പൂർ, അത് കഴിഞ്ഞ് പിന്നെ പൂനെ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പൂനെയൊക്കെ അത്യാവശ്യം ഒരു സിറ്റി പോലൊരു സ്ഥലമാണ്, അത്യാവശ്യം ഡെവലപ്മെന്റ്. അത് കഴിഞ്ഞ് മുംബൈ പിന്നെ അങ്ങനെയാണ്. മാത്രമല്ല നമ്മൾ ഇന്ത്യയോട് വളരെ സ്പീഡായിട്ട് മൂവ് ചെയ്യണം. കാരണം ഗോവയിൽ കുറച്ചധികം ദിവസം പോയി. മാത്രമല്ല എൻ്റെ സാധനങ്ങൾ പോയി. അതാണ് എനിക്ക് ഏറ്റവും വിഷമമായിട്ട്. എനിക്ക് ആ സ്ലീപ്പിംഗ് ബാഗ് അത് മര്യാദക്കൊന്നും ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. ഒരു കോളനി ഉണ്ടല്ലോ, ഒരു സെക്കൻഡ് കോളൊന്നും എടുക്കണം. സ്പാം കോളായിരുന്നു. എനിക്ക് ഒരുപാട് സ്പാം കോൾ വരുന്നുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് വരുന്നുണ്ട്. കാരണം ഞാൻ ഓൾറെഡി ക്രെഡിറ്റ് കാർഡ് ഉള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല എന്റെയും കുഴപ്പം കൊണ്ടാണ് ഈ നമ്മളീ പല സൈറ്റുകൾ, അതായത് വെറുതെ ഗൂഗിൾ എന്തെങ്കിലും അപ്ലൈ എന്നും പറഞ്ഞ് ഭയങ്കര വെറുതെ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ നമ്പർ അവർക്ക് മാത്രമല്ല വേറെ പലരുടെയിലും പോകുന്നുണ്ട്. കാരണം ഞാനൊരു പ്രാവശ്യം കൊടാക്കിന്റെ ഒരു കാർഡ് ആപ്ലിക്കേഷന് വേണ്ടി കൊടുത്തായിരുന്നു. അത് പക്ഷെ കൊടാക്കിന്റെ സൈറ്റ് അല്ല, നമ്മുടെ എന്താ അതിനെ പറയണ ഒരു സൈറ്റിന്റെ പേര് ഒരു ബാങ്ക് ബസാർ എന്ന് പറയുന്ന സൈറ്റ്. അത് തന്നെ ബാങ്ക് ബസാർ എന്ന് പറയുന്ന സൈറ്റില് ഞാൻ കൊടാക്കിന്റെ കാർഡ് ആപ്ലിക്കേഷന് കൊടുത്തായിരുന്നു. പിന്നെ എന്നെ വിളിച്ചത് അവര് വിളിച്ച് വേറെ പല സ്ഥലത്തും വിളിച്ചിട്ടുണ്ട്. വേറെ കാർഡുകളുടെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. കാരണം അതിന് ശേഷമാണ് അത്തരം കോളുകൾ എനിക്ക് വരുന്നത് തന്നെ. പക്ഷെ ആ കാർഡ് എനിക്ക് കിട്ടിയായിരുന്നു. അത് മറ്റേ ഞാൻ പറയാം PVRന്റെ കാർഡായിരുന്നു. കൊടാക്കിന്റെ കാർഡ് എനിക്ക് കിട്ടിയായിരുന്നു. നമ്മളിനി പോയി ഏകദേശം 178 കിലോമീറ്ററും 4 മണിക്കൂർ യാത്ര. അതാണ് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ. പിന്നെ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ മുംബൈ എത്തിയിട്ട് ഞാൻ ഒരു ദിവസം എങ്ങനെയും മുംബൈ കുറച്ചെങ്കിലും ഒന്ന് കറങ്ങണമെന്നുണ്ടാകും. മെയിനായിട്ട് നമുക്ക് ആ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അവിടെ പോകണം.
ആ സ്ഥലത്ത് പോകുന്നുണ്ട്. പിന്നെ പിന്നെ എനിക്കറിയില്ല അവിടുത്തെ വേറെ, ഞാൻ മുമ്പേ ഒന്നും പോയിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഡൽഹി 2-3 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. അതിന് 2-3 പ്രാവശ്യം ഞാൻ പല സ്ഥലത്തായിട്ട് താമസിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ തന്നെ നമുക്ക് കൊണാട്ട് പ്ലേസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ ഏരിയകളിലൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട്. കൊണാട്ട് പ്ലേസ് അത്യാവശ്യം നല്ല ഡെവലപ്മെൻറ്റുള്ള, അത്യാവശ്യം നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. ഒരു മോഡേൺ ഫെസിലിറ്റീസൊക്കെ എന്ന് പറയാം. അത്രയും അടിപൊളി സ്ഥലമാണ്. പിന്നെ ഡൽഹിയിൽ തന്നെ കുറേ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. കുറേ സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന മാർക്കറ്റുകളൊക്കെ ഉണ്ട്. മെയിനായിട്ട് അതാണ് ഡൽഹിയിൽ പറയാനുള്ളത്. പിന്നെ റെഡ് ഫോർട്ട്, സക്കേറ്റ് ഞാൻ താമസിച്ചിട്ടുണ്ട് ഡൽഹിയിൽ. സക്കേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെ അടുത്തായിട്ടാണ് മറ്റേ ഇതുള്ളത്, മറ്റേ കുത്തബ് മിനാറുള്ളത്. പിന്നെ ഡൽഹിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വളരെ രസകരമായുള്ള കാര്യം എന്ന് പറയുന്നത് വളരെയധികം കണക്ടിവിറ്റി ഉള്ളൊരു സ്റ്റേറ്റ് ആണ്. അതായത് ക്യാപിറ്റൽ സിറ്റി ആണ്, അതേപോലെ നല്ല കണക്ടിവിറ്റി ഉണ്ട്. മെട്രോ കണക്ടിവിറ്റി എല്ലായിടത്തേക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ടെൻഷനില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ അവിടെ നിന്ന് തിരിച്ചു വരാനായിട്ട് ഊബർ ബുക്ക് ചെയ്യണം. ഊബറൊന്നും വേണ്ട, വെച്ചാൽ വളരെ ചീപ്പായിട്ട് ഓടുന്ന മെട്രോ ഉണ്ട്. മെട്രോ ആണെങ്കിൽ മിക്കപ്പോഴും സർവീസും ഉണ്ട്. എല്ലാ സ്ഥലത്തേക്കും മെട്രോ ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഗുണം അവിടുത്തെ. ഇതിൻ്റെ ഈ വണ്ടിയുടെ നമ്മൾ തേർഡ് ഗിയറിലാക്കുമല്ലോ, തേർഡ് ഗിയറിൽ നിന്ന് ഫോർത്ത് ഗിയറിലേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മീൻസ് ഭയങ്കരമായിട്ട് ഗിയർ വീഴത്തില്ല. പിന്നെയും ഗിയർ അപ്പ് ചെയ്ത് പിന്നെയും ഡൗൺ ചെയ്യണം. അതായത് ഗിയർ തേർഡിൽ നിന്ന് മാറ്റി സെക്കൻഡിലേക്ക് ആക്കി പിന്നെ തേർഡ് ഫോർത്ത് അങ്ങനെ ഇടണം. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു ഇത് വെച്ചാൽ ബാക്കിയൊരു കുഴപ്പമില്ല, വണ്ടി നല്ല ഉഷാറാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആലോചിക്കണം, എത്ര നല്ല പഴകിയ വണ്ടിയായിരുന്നു. അത്യാവശ്യം ഈ വണ്ടി പഴക്കം മാത്രമല്ല, 2 പ്രാവശ്യം വണ്ടി ഇടിച്ച് റിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് വണ്ടി പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ വണ്ടിയുടെ ഓയില് മാറ്റിയല്ല, ഓയിൽ ടോപ്പപ്പ് അങ്ങനെ സംഭവമുണ്ട്. എനിക്കറിയില്ല അതിനെ പ്രത്യേകിച്ച് എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചപ്പോൾ ഓയിൽ ടോപ്പപ്പ് എന്നൊരു സംഭവം ഉണ്ട്. അതായത് ഇത്രയും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഓയിൽ കത്തി തീരും കുറേയൊക്കെ. ഇപ്പോൾ ഓയിൽ ടോപ്പപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതൊന്ന് വിളിച്ചു ചോദിക്കണം എനിക്ക്, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെയല്ല വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ വേണം ഓയിൽ മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ നാട്ടിൽ നിന്ന് കുറഞ്ഞ ഓയിലാണ് മാറ്റിയത്. 3000 കിലോമീറ്റർ ഓടേണ്ട ഒരു ഓയിൽ, അതായത് 3000 കിലോമീറ്ററോ സംതിങ് ഓടിക്കുമ്പോൾ ഓയിൽ മാറുന്നതാണ്. ഇപ്പം അത്രയൊന്നും നമ്മൾ എത്തിയിട്ടില്ല. 3000 എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം കൊച്ചിയിൽ നിന്ന് കാശ്മീർ പോണ അത്രയും ആ സ്ഥലത്താണ് 3000. അത്രയൊന്നും ഓടിയിട്ടൊന്നുമില്ല. വണ്ടി 1000 കിലോമീറ്റർ തന്നെ ഓടിയിട്ടുണ്ടാവും, ഒന്നും സംശയമാണ്. 1000 കിലോമീറ്റർ പോലും കാണാൻ 1000 ആവാറായിട്ടുണ്ട് കേട്ടോ. 1000 ഒക്കെ ഏകദേശമൊക്കെ ആവാറായിട്ടുണ്ടാവും. കാരണം നമ്മൾ ഈ പല ഇൻറോഡിൽ കൂടെ തന്നെ ഓടിയിട്ടുണ്ട്, സിറ്റി കൂടെ തന്നെ ഓടിയിട്ടുണ്ട്. ഇപ്പൊ ഗോവ സിറ്റിയിൽ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിയിട്ടുണ്ട്, പല സ്ഥലത്ത് ഓടിയിട്ടുണ്ട്. അപ്പോൾ മുമ്പേ എത്തിയിട്ട് പറ്റിയ പോലെ ഓയിലൊന്ന് മാറ്റണം. ഓയിൽ മാറ്റണത് നല്ലതായിരിക്കും. കാരണം വണ്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോവ വരണ വരെ ഒരു റെസ്റ്റ് ഉണ്ടായില്ല. അവിടെ വന്നതിന് ശേഷം പിന്നെ ഒരു ദിവസം വണ്ടി, 1-2 ദിവസം വണ്ടി ഭയങ്കര റെസ്റ്റായിരുന്നു. പിന്നെ ഓട്ടം ഉണ്ടായിരുന്നു, എന്നാലും അത്ര ചെറിയ ഓട്ടങ്ങളായിരുന്നു. പക്ഷെ ഇന്നുണ്ടല്ലോ തീരെ ഒരു വെയിലോ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. നമുക്ക് സത്യം പറയുന്നത് നമ്മൾ വണ്ടി ഓടിക്കണ ഇതൊക്കെ നമ്മുടെ ക്ലൈമറ്റ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഭയങ്കര ഹാർഷ് ക്ലൈമറ്റ് ഒക്കെയാണ് നമുക്ക് ഓടിക്കാൻ തോന്നില്ല. ഭയങ്കര നമ്മുടെ ബോഡി സ്ട്രെസ് ഔട്ട് ആവും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആണ്. മറുപടി ഞാൻ അവിടെ നിന്ന്, അതായത് ഹോട്ടലിൽ നിന്ന് ഒരുപാട് വെള്ളം കുടിച്ചു. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടിക്കകത്തൊരു വെള്ളം ബോട്ടിൽ വെക്കാനുള്ളൊരു ഹോൾഡറും കാര്യങ്ങളൊന്നുമില്ല. വെള്ളം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്ന് ബോഡി ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റ് ആയി പോകും. വെയിലും അത് അത്രയും കിലോമീറ്റേഴ്സ് ഓടണേ നമ്മൾ. അപ്പോൾ വണ്ടിയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ. കാരണം അത്യാവശ്യം വെയിൽ നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും. വെയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര ചൂടൊന്നുമില്ല. അങ്ങനെ ഭയങ്കര തീരെ ചൂടില്ല. കാരണം ഞാൻ പറയാം, നോർത്തിലേക്ക് പോകുമ്പോഴും തണുപ്പ് സീസണാണ് മെയിനായിട്ട്. അപ്പൊ ചൂടിപ്പോ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചൂട് ഉണ്ടാവേണ്ട ഒരു സമയം. 4:44, 4 മണിയായി, 4:30-5 മണി ടൈമാണ്. അത്യാവശ്യം ചൂടൊക്കെ ഉള്ള സമയമാണ്. 5:30 തൊട്ട് 6:30 ആകുമ്പോൾ പിന്നെ ഒന്ന് 5:30-6 അടുപ്പിച്ചാണ് പിന്നെയും തീരെ എന്താ പറയുക, അത്ര വെയിലൊക്കെ മാറി ഭയങ്കര നോർമലാവുന്നു. വെയിലൊക്കെ മാറി എന്താ പറയുന്നത്, സന്ധ്യാസമയമൊക്കെ ആവണം. പക്ഷെ ഈ സമയത്തൊക്കെ അത്യാവശ്യം വെയിലും ഭയങ്കര ചൂടൊക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ നല്ല സുഖമുണ്ട്, ചൂട് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ വെയിൽ അതുണ്ടെന്നല്ലാണ്ട് ചൂടില്ല. വെയിലടിക്കണമെങ്കിൽ അത് ഭയങ്കര ഒന്നും ചൂടായിട്ടൊന്നും എഫക്റ്റ് ചെയ്യണില്ല.
അപ്പൊ നമുക്ക് നേരെ പോവാം. പിന്നെ നമ്മൾ ഇപ്പൊ ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിടുമ്പോഴൊക്കെ അതിന്റെ സ്റ്റോറേജ് ഫുള്ള് എന്താ പറയാ, സ്റ്റോറേജ് ഇല്ല എനിക്ക്. അതായത് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന ഇതുണ്ടല്ലോ നമ്മുടെ ആക്ഷൻ 5 Pro, ഞാൻ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഡീലോഗ് ഫോർമാറ്റില്ല. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റോറേജ് വലിക്കുന്നുണ്ട്. മാത്രമല്ല ഞാനിത് മേടിച്ചപ്പോൾ ഇതിന്റെ ഒപ്പം ഞാനൊരു 128 രൂപയുടെ ഇതാണ് മേടിച്ചത്. ഏത് 128 രൂപയുടെ മെമ്മറി കാർഡാണ് മേടിച്ചത്. മെമ്മറി കാർഡ് എന്ന് പറയുമ്പോൾ 128 GB എന്ന് പറയുന്നത് മറ്റേ സാൻഡിസ്കിന്റെ തന്നെ ഏറ്റവും കൂടിയ എന്താണ് അൾട്രാ സംതിങ് സ്പീഡുള്ളതാണ്. അത് തന്നെ എനിക്ക് ഏകദേശം 1000 സംതിങ് രൂപയായി, ഏകദേശം 1200 സംതിങ് ആയി 128 GB മെമ്മറി കാർഡിന് തന്നെ. അപ്പൊ അത് മേടിച്ച് അത് മതിയാവുന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമുക്ക് ഈ ആക്ഷൻ 5 Pro നല്ല സ്റ്റോറേജ് എടുക്കുന്നുണ്ട് ഇവര്, നല്ല രീതിക്ക് സ്റ്റോറേജ്. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഡീലോഗിലാണ്. ചിലപ്പോൾ നോർമൽ റെഡി ടു അപ്ലോഡ് ഫോർമാറ്റിലേക്ക് ഷൂട്ട് ചെയ്താൽ ചിലപ്പോൾ സ്റ്റോറേജ് കുറവായിരിക്കും എടുക്കുന്നത്, എനിക്കറിയത്തില്ല. ഞാൻ ഡീലോഗിലാണ്. ഡീലോഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കളർ ഗ്രേഡിങ്, പോസ്റ്റ് കളർ ഗ്രേഡിങ്ങിന്റെ ഇത് വരുന്നുണ്ട്. ഇച്ചിരി ബെറ്റർ ആയിരിക്കും. അപ്പൊ ഔട്ട് കിട്ടുന്ന ഇച്ചിരി ബെറ്റർ ആയിരിക്കും. അപ്പൊ അതിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ നല്ല സ്റ്റോറേജ് എടുക്കുന്നുണ്ട്. പക്ഷെ പിന്നെ അതേപോലെ തന്നെ എന്റെ ലാപ്പ് മാക്ബുക്കിന്റെ എയർ ആണ്. അന്ന് ഞാൻ പറയട്ടെ, 1 വർഷം മുമ്പ് കണ്ടാൽ മേടിച്ചാണ് EMI. ഇതുവരെ EMI തുറന്നിട്ടില്ല. 2 വർഷത്തെ EMI ആണ്. ഏകദേശം ഈ ഒരു 2025 അവസാനം അതിന്റെ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന്റെ EMI മൊത്തം തീരും. ഇനിയും ബാലൻസ് ഉണ്ട് കുറച്ച് EMI. പക്ഷെ അത് നല്ല ലാപ്ടോപ്പ്, മാക്ബുക്ക് അത്ര അടിപൊളിയാണ്, വെർത്താണ്, എമൗണ്ടിന് ഇപ്പോഴും വെർത്താണ്. പിന്നെ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മേടിച്ചപ്പോൾ 256 GB സ്റ്റോറേജ്, അത് ബേസാണ് മേടിച്ചത്. അതാണ് എനിക്ക് പറ്റിപ്പോയത്. കാരണം ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് അത് ലാപ്പിലേക്ക് ഇതാക്കുമ്പോഴൊക്കെ സ്റ്റോറേജ് ഇല്ല ലാപ്പിൽ. കാരണം അതിൻ്റെ തന്നെ ഞാൻ ഒന്നാമത് എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ 1-2 സോഫ്റ്റ്വെയർ, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഫൈനൽ കട്ട് പ്രോ ഉണ്ട്, അതേപോലെ തന്നെ ക്യാപ്കട്ട് ഉണ്ട്, പ്രീമിയർ പ്രോ ഉണ്ട്. ഈ 3 എണ്ണം ഉണ്ട്. പിന്നെ ഏതോ ഒരെണ്ണം കൂടി ഉണ്ട്. പിന്നെ ഫിനിമോറ വണ്ടർ ഷെയർ, അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് മാറ്റണം. അപ്പൊ ഇതിനൊക്കെ നല്ല സ്റ്റോറേജ് വലിക്കുന്നുണ്ട്. മാത്രമല്ല അതിന്റെ തന്നെ മാക്ബുക്കിന്റെ തന്നെ ഇന്റേണൽ, അതിന്റെ തന്നെ എന്താ പറയാ, അതിന്റെ തന്നെ ആപ്ലിക്കേഷൻസിനൊക്കെ അത്യാവശ്യം സ്റ്റോറേജും കൂടി വരുന്നുണ്ട്. ഭയങ്കര ഈ വീഡിയോസ് ഇടുമ്പോ വേറെ സിനിമകളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നുണ്ട്, ഒരുപാട് സിനിമാസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫിലിമെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ട് പോലും നമ്മൾ ഈ DJന്ന് കോപ്പി ചെയ്ത വീഡിയോസ് കുറച്ച് ഇതാക്കുമ്പോൾ തന്നെ പിന്നെ വീഡിയോസ് ഇട്ട് അത് എഡിറ്റ് ചെയ്ത് അത് റെൻഡർ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ സ്റ്റോറേജ് കാണിക്കുന്നില്ല, സ്റ്റോറേജ് ഔട്ടാണ് കാണിക്കുന്നത്. കാരണം ഇത് ഔട്ട് ചെയ്യുമ്പോൾ അത്രയും GB വരുന്നുണ്ട്, ഏകദേശം 5-6 GB ഒക്കെ വീഡിയോക്ക് ലെങ്ത്. അതെന്റെ വീഡിയോക്ക് ലെങ്ത് ഉണ്ട്. ലെങ്ത് പലരും പറഞ്ഞ വീഡിയോ ലെങ്ത് കുറക്കാതെ കൊണ്ട് കാണാൻ വലിയ തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ മാക്സിമം നോക്കുന്നുണ്ട് ലെങ്ത് കുറക്കാനായിട്ടൊക്കെ. പിന്നെ നമ്മൾ വീഡിയോ കാണുന്നത് വളരെ കുറച്ച് ആൾക്കാരാണ്. പ്ലീസ് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, എൻ്റെ അടുത്ത് എൻ്റെ കൂട്ടുകാരുണ്ട്, എടാ നീ ഒന്ന് വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാത്തതെന്ന് പറഞ്ഞു. അത് ആദ്യമേ പറയാമെന്ന് പറഞ്ഞു. സത്യം പറയാത്തതല്ല, മറന്നു പോണെയാണ്. ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്ന് പറയുന്ന സംഭവം മറന്നു പോണെയാണ്, എപ്പോഴും മറന്നു. നമ്മൾ അതുകൊണ്ടാണ് കൂടുതലും മറ്റേ ഇത് ഇടാറുള്ളത്, മറ്റേ സബ്സ്ക്രൈബിന്റെ ബട്ടന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഞാൻ സംഭവം ഇടാറുണ്ട്. പക്ഷെ എന്നാലും പറയാം, നമ്മൾ വീഡിയോയിൽ പറയാൻ മറന്നു. പിന്നീട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. വീഡിയോയിൽ പറയേണ്ടതാണ്. പിന്നീട് പോസ്റ്റിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഇതാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആനിമേഷൻ വരെ കൊടുക്കാനേ പറ്റത്തുള്ളൂ. മറ്റേ ആ ബട്ടണും സംഭവത്തിൻ്റെ ഇട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സത്യം പറയാനാണ് മറന്നു കാര്യമെന്ന് മറന്നു പോണ്, അതാണ് മെയിൻ കാര്യം. ഇപ്പൊ നമുക്ക് പോവാം. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്, നല്ല രസമുണ്ട് റൈഡ് ചെയ്യാനായിട്ട്. സത്യം പറഞ്ഞാൽ നല്ല സുഖമുണ്ട് റൈഡ് ചെയ്യാനായിട്ട്. വലിയ സ്ട്രെസ്സൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇത് കുറച്ച് കണ്ടിന്യൂസ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ബാക്ക് പെയിൻ ഒന്നുമല്ല, മൂഡ് വേദന നല്ലോണം എടുക്കും. അപ്പൊ ഒന്ന് നിർത്തണം. പിന്നെ കടകൾ കുറവാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ജസ്റ്റ് ഒരു ചായ കുടിക്കുകയാണെങ്കിൽ നിർത്തണം. എന്നാലും നോക്കണം, കടകൾ കുറവാണെന്ന്, ഈ ഒരു സ്ട്രെച്ച് മൊത്തം കടകൾ കുറവാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇക്കൊക്കെ പറഞ്ഞത്. ശരിയാണ്, നമുക്ക് നോക്കിയിട്ടും വലിയതായിട്ട് കടകളൊന്നും കാണുന്നില്ല സൈഡ് റോഡിൽ. പിന്നെ സർവീസ് റോഡിൽ അടുപ്പിച്ചായിരിക്കും കടകൾ ഉണ്ടാവണം തന്നെ.
അപ്പൊ ഇവിടെ നിന്ന് ഇനി 169 കിലോമീറ്റർ കൂടി ഉള്ളൂ. നമ്മളപ്പോ എത്തും, പെട്ടെന്ന് തന്നെ എത്തും. പെട്ടെന്ന് എത്തുന്ന പറഞ്ഞാൽ 4 കിലോമീറ്റർ 4 മണിക്കൂറിന് പറഞ്ഞാൽ ഓൺലൈനിൽ കാണിക്കുന്നത്. പക്ഷെ അത്യാവശ്യം റോഡ് സ്മൂത്താണ്, നല്ല സ്പീഡിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ കഴിച്ചു നമ്മളിപ്പോ ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരു ആവേശത്തിന് പുറപ്പെട്ടാണ് കാശ്മീർ ടു കേരള ടു കാശ്മീർ. നിങ്ങളിപ്പോ ഇങ്ങനെ എന്തെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഓൾ ഇന്ത്യ, അല്ലെങ്കിൽ ഇപ്പോൾ കാശ്മീർ, അല്ലെങ്കിൽ ഇപ്പൊ ഗോവ വരെയോ, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിസിപ്പേറ്റ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നത് ഒരു സോളോ ട്രിപ്പിനേക്കാൾ നല്ല ഒരു 1-2 പേരും കൂടി ഉള്ളതായിരിക്കും. കാര്യം പല കാര്യങ്ങൾക്കും നമ്മൾ ഈ സോളോ എന്ന് പറഞ്ഞാൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് പല കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സേഫ്റ്റി ഗിയേഴ്സ് ഒക്കെ ഇട്ട് റൈഡ് ചെയ്യുമ്പോൾ തന്നെ എനിക്കിപ്പോൾ ബാഗ് എടുക്കാനും ആയിക്കോട്ടെ, എന്തെങ്കിലും ഇതായിക്കോട്ടെ, ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞത്. എൻ്റെ കയ്യിൽ നിന്ന് ആ ചാർജർ എൻ്റെ തെറ്റുകൊണ്ടാണ് മിസ്സായി പോയത്. ആ ചാർജറല്ല, ഞാൻ പറഞ്ഞില്ല 2 വയർ മിസ്സായെന്ന് പറഞ്ഞില്ല. അതിലൊരു വയർ എങ്ങനെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, സി ടു സി. മറ്റേ വേറെ ഈ ഒരു രീതിയിലാണ് പോയത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എല്ലാം കൂടി ഓർത്ത് കിട്ടത്തില്ല. അതായത് ഞാന് ഇന്നലെ ഇതൊക്കെ ചെയ്ത്, അതായത് നമ്മൾ ആ പരിപാടിയൊക്കെ ചെയ്ത് ഇറങ്ങാൻ നേരത്ത് നമ്മൾ ആ അണ്ടർ വാട്ടർ പോയതിന്റെ ഫുട്ടേജ് ഉണ്ടല്ലോ, അത് നമ്മള് ഇതിൽ നിന്നല്ല, അവർ തന്നെ അവർ തന്നെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് നമുക്ക് തരുന്നതാണ് ചെയ്യുന്നത്. അത് വളരെ അവർ ചെയ്ത് തരുന്നുണ്ട്. ഇതാണ് ടേക്ക് ഡീവിയേഷൻ, റോഡ് അണ്ടർ കൺസ്ട്രക്ഷനിലാണോ, നേരേക്ക് റോഡില്ല. ഇതാണ് തോന്നുന്നു കാട് വഴിന്ന് പറഞ്ഞു. ശരിയാ, ഉള്ള കാട് ഗിയർ ഡൗൺ ചെയ്യട്ടെ. അപ്പൊ ആ വീഡിയോ അവര് തന്നെ റെക്കോർഡ് ചെയ്ത് തരണേണ്. അപ്പൊ അവസാനമാണ് എനിക്കൊക്കെ കിട്ടിയത്. അങ്ങനെ കുറെ പേർക്ക് കിട്ടി, കുറച്ച് പേർക്ക് കിട്ടിയില്ല. അപ്പൊ എനിക്ക് കിട്ടി അവസാനമാണ്. അപ്പൊ കിട്ടുന്ന സമയത്താണ് മറ്റവര് അവർക്ക് ഓൾറെഡി എല്ലാം കഴിഞ്ഞവര് പോണേണ്. അപ്പൊ പെട്ടെന്ന് അവര് എനിക്ക് സാധനങ്ങളൊക്കെ തന്നു. അപ്പൊ എനിക്ക് ആ ഇതിന്റെ നിർത്തിയിട്ട് എനിക്ക് വിട്ടുപോയി. ഞാൻ ആ വയറ് വിട്ടുപോയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ 100 രൂപ ലാഭിക്കായിരുന്നു. മാത്രമല്ല അതിന്റെ ആ വയർ അത്യാവശ്യം നല്ല വയറായിരുന്നു. ഇത് ഏറ്റവും ബേസിക് വയറാണ്. ഇതുകൊണ്ട് ചാർജ് ആവുന്നുണ്ട്, പെട്ടെന്ന് കയറുന്നൊന്നുമില്ല. പക്ഷെ മറ്റേ വയർ അത്യാവശ്യം നല്ലൊരു വയറാണ്. ഏതോ ഒരു കൂടിയ ഇതിന്റെ ഒപ്പം കിട്ടിയ വയറായിരുന്നു. പെട്ടെന്ന് അതിൽ ചാർജിങ് കയറുമായിരുന്നു, ചാർജ് ഫുൾ ആവുമായിരുന്നു. പക്ഷെ ഇതില് കണ്ടില്ല, ഇതിലങ്ങനെ എനിക്ക് തോന്നുന്നില്ല ചാർജ് ഇപ്പോഴും ആ 24% തന്നെ കാണിക്കുന്നത്. കാരണം വയറിന്റെ ഒരു സ്പീഡുണ്ട്, ആ സ്പീഡിനനുസരിച്ച് നമുക്ക് ചാർജ് കയറുന്നത്. നമ്മള് ചാർജർ എത്ര കൂടുതൽ നമ്മൾ ഉപയോഗിച്ചാലും നമ്മൾ അതില് ആ കേബിളിന്റെ ഫാസ്റ്റും കൂടി അതിന് ഡിപ്പെൻഡ് ചെയ്യും. ലോറികളാണ് മൊത്തം. ഇതാണ് നമുക്ക് കാട് വഴി എന്ന് പറയും. ഇവിടെ കണ്ടറിയാൻ പറ്റും, നമുക്ക് കടകൾ പോയിട്ടൊന്നുണ്ടാവും, പമ്പ് പോലും ഉണ്ടാവുന്നതായും പോക്കാണ്. പെട്രോൾ നമ്മൾ അടിച്ചില്ല, പക്ഷെ പെട്രോൾ ഉണ്ടേ. പെട്രോൾ എന്തൊക്കെ വന്നാലും ഉണ്ട്. ഇപ്പൊ തന്നെ 166 കിലോമീറ്ററും കൂടി ഓടിക്കാനുള്ളൂ. പെട്രോൾ എന്തൊക്കെ വന്നാലും ഉണ്ട്, ഒരു കുഴപ്പമില്ല, പെട്രോൾ സീനില്ല. മാത്രമല്ല ഈ 166 കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ കോലപ്പൂർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. ശരിക്കും അതിന്റെ അത്രയൊന്നും പോകണ്ട. അതിന് മുമ്പ് നമ്മൾ NH കയറുന്ന പറഞ്ഞ. അപ്പോ NH കയറിക്കാൻ പിന്നെ കുഴപ്പമില്ല, പമ്പ് ഉണ്ടാവും. അപ്പൊ NH കയറിക്കാൻ എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ, ഏതെങ്കിലും ടാബയിലോ എവിടെയെങ്കിലും ചോദിച്ചിട്ട് സ്റ്റേ അടിക്കാൻ പറ്റി അടിക്കാനാണ്. വേറെ വഴിയില്ല, നമ്മുടെ കയ്യിൽ ടെന്റ് ഒന്നുമില്ല. പിന്നെ ഈ ഭാഗത്തൊന്നും റൂം എടുത്ത് സ്റ്റേ ചെയ്യാനതിന് എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മൾ ഈ റൂമൊക്കെ മുറിയൊക്കെ എടുത്ത് അത്യാവശ്യം AC റൂമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സൗകര്യത്തോടുകൂടി കഴിഞ്ഞാൽ പിന്നെ ട്രാവലിങ് പതുക്കെ സ്ലോ ആവുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ജസ്റ്റ് ഒന്ന് തലയായിക്കണം. പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യണം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതേപോലെ നമ്മൾ റൈഡിന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്കെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരാളും ഇല്ല, ഒരു പരിചയമില്ല, ആരെയും അറിയില്ല. ആ ഇക്കനെ മാത്രമേ അറിയാം. അത് തന്നെ നമ്മൾ മല്ലൂർ ട്രാവലറുടെ ഒരു വീഡിയോയിൽ കണ്ട പുള്ളിക്കാരുടെ ഒരു ഇത് കിട്ടിയത്. വേറെ ആരെയും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അറിയാനും പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ അറിവുള്ളവർ വേണം. അറിവുള്ളവരെന്ന് പറഞ്ഞാൽ ഈ പരിസരത്തൊക്കെ അറിവുള്ളവർ, ഈ പരിസരത്തൊക്കെ ഉള്ളവർ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും.
അതുകൊണ്ട് വയസ്സ് നമുക്ക് MH മഹാരാഷ്ട്ര വണ്ടിയാണ്, മഹാരാഷ്ട്രയിലേക്ക് പോകണം. മഹാരാഷ്ട്ര വണ്ടി ചിലപ്പോൾ മുംബൈ അങ്ങോട്ടൊക്കെ പോകണമായിരിക്കും. പുള്ളിയുടെ റിലാക്സ് ചെയ്തൊരു ഐഡിയ നോക്കിയാൽ 2 കൈയും വെച്ചിട്ടുണ്ട്. ഇവിടെ 2 കൈയും കാലിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. റിലാക്സ് ചെയ്തൊരു ഐഡിയ തന്നെയാണ്. നമ്മളത് 2 കൈ ഇടാക്കിയുണ്ട്, റിലാക്സ് ചെയ്ത് പോകുന്നതാണ്. ഓടിക്കണ്ട, താഴോട്ട് പോയിക്കോളും വണ്ടി, ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ റിലാക്സ് ആയിട്ട് പോകാം, റിലാക്സ് ആയിട്ട്, കൂടുതൽ റിലാക്സ് ആയിട്ട് പോകണ്ട. എൻ്റെ വണ്ടിക്ക് അത്രയും പവർ ഇല്ല.